എല്ലാവരും അത് മനസ്സിലാക്കണം കേട്ടാ. മുമ്പിൽ നമ്മളെ വേദനപ്പെടുത്തുന്ന ഭാരപ്പെടുന്നൊരു വിഷയം ഉണ്ടെങ്കിൽ, അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ 5ാം ക്ലാസ്സിലെ കൊച്ചിനോട് 75 കിലോ ചാക്ക് എടുക്കാൻ പറയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അത് നിനക്കെടുക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. പിന്നെ എന്താണ്? ദൈവത്തിന് എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളെന്തിനാ 13 കൊന്ത വെച്ച് 45 ദിവസം ചെല്ലണേ? എന്തിനാണ്? ദൈവത്തിനെ കൊണ്ട് ഇടിപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴും ശരി, എവിടെ ട്രാൻസ്ഫർ ആയിട്ട് നീ വേറൊരു ജില്ലയിൽ ജോലിക്ക് ചെല്ലുമ്പോഴും ശരി, എൻ്റെ മകനെ നിൻ്റെ കൈ കർത്താവ് മാത്രം മതി. നീ ആരെയും പേടിക്കരുത്. നീ ഒരു തീരുമാനം ആദ്യം എടുക്കണം. കർത്താവ് ആദ്യമേ പറഞ്ഞു, ഈശോയുടെ മുമ്പിൽ എന്ന് പറഞ്ഞു, ആരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രൈസ് ദി ലോർഡ്. ആരെ പേടിക്കണമെന്ന് നാട്ടുകാരല്ല പറയേണ്ടത്, ഇല്ലേ? ആരെ പേടിക്കണമെന്ന് കൂട്ടുകാരല്ല പറയേണ്ടത്, ആരെ പേടിക്കണമെന്ന് ആൻറ്റിമാരല്ല പറയേണ്ടത്, ആരെ പേടിക്കണമെന്ന് നേരത്തെ പോയ അനുഭവ സമ്പത്തുള്ളവരെ പറയേണ്ടത്, ആരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. എന്താ പറയണത്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവരെ പേടിക്കുവിൻ. അത് ഞാൻ നിങ്ങളോട് പറയുന്നു, അവനെ മാത്രം പേടിക്കുവിൻ. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. കൈ അടിച്ചു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിനല്ലാതെ. ഏകരക്ഷകനവനല്ലോ യേശുവിലുള്ള ഒരു വിശ്വാസത്താ രക്ഷ വരിച്ചിടാ, നിത്യരക്ഷ വരിച്ചിടാ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിനല്ലാതെ. യേശുവിലുള്ള ഒരു വിശ്വാസത്താ രക്ഷ വരിച്ചിടാ, നിത്യരക്ഷ വരിച്ചിടാ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ. കർത്താവായ ദൈവമേ, രോഗദുരിതത്തിൽ കിടക്കുന്നവരെ, ആശുപത്രി രോഗികളായി കഴിക്കുന്നവരെ, മാരക രോഗത്തിൽ അടിമപ്പെട്ടവരെ, ക്യാൻസർ, തൈറോയിഡ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കർത്താവേ, കിഡ്നി രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളെ സമർപ്പിക്കുന്നു. കേസിൽ കുടുങ്ങി കിടക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സദാരഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലൂക്ക 12:5 നിന്നാണ് ഇപ്പോൾ ആത്മാവ് സംസാരിച്ചത്. എന്താണ്? ലൂക്ക 12:5. ആരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞേ. കൊന്നതിന് ശേഷം നരകത്തിലെ തള്ളിക്കളയാൻ കഴിയുന്നവനെ ഭയപ്പെടുവേൻ. അപ്പൊ ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി, അല്ലേ? ആരാണ് ആരെ പേടിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത്? നാത്തുമാരാണോ, ആൻറ്റിയാണോ, അമ്മായിയമ്മയാണോ, മരുമകളാണോ, അയൽവാസികളാണോ, പാർട്ടിക്കാരാണോ, സഹപ്രവർത്തകരാണോ, യൂണിയൻകാരാണോ? ആരാണ് നമ്മളോട് പേടിക്കേണ്ടത്? ആരെയാണെന്ന് പറഞ്ഞു തരേണ്ടത്? യേശു മാത്രം. സുഖില ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴതുകൊണ്ട് യേശുവിനെ മാത്രം പേടിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ഫ്രീ ആയി. ഇപ്പം നമ്മളെല്ലാവരെയും പേടിക്കണം കൊണ്ടല്ലേ പ്രശ്നം. തകിട് പേടിക്കുന്നു, മന്ത്രവാദം പേടിക്കുന്നു, കുടുംബത്രം പേടിക്കുന്നു, ആഭിചാരം പേടിക്കുന്നു, കോഴിത്തരം, ഒന്നും വേണ്ട. ഇത്രയും വലിയ വചനങ്ങളെല്ലാം കേട്ടതിന് ശേഷം നാളെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിളച്ച് മറത്ത് കിടക്കണത് പൊക്കി നോക്കിയപ്പോൾ 2 കുമ്പളങ്ങായ ഇത്തിരി മഞ്ഞൾ ഒരു കോഴിത്തരവാണെങ്കിൽ അപ്പം ഐസി അടിച്ചു പോകും. എന്താ പിന്നെ സബർവം കയറും. അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ കത്തി മേലായിട്ട് വന്ന് കണ്ണും കാണാൻ പോലെ ചത്തോണ്ടിരിക്കും. എന്താ? ഇത്രയുള്ള വിശ്വാസം. ഒരു കോഴിത്തല കാണുമ്പോൾ അവശേഷിക്കാത്ത വിശ്വാസം. ഒരു കോഴിത്തല കാണുമ്പോഴേ, അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങായെ മഞ്ഞൾ പുരട്ടിയത് കാണുമ്പോൾ അവശേഷിക്കാത്ത വിശ്വാസം. കർത്താവ് വിശ്വാസം നോക്കുക. കാര്യം എന്താ? വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാൻ കാര്യം എന്താണ്? അവശേഷിക്കുന്ന വിശ്വാസമാണ് കർത്താവ്. ഈ ചെമ്മീനൊക്കെ പൊളിക്കുന്ന തൊഴിലാളികളില്ലേ, അതിന് മീറ്റ് എണ്ണുമ്പോഴേ അതിൻ്റെ തലയും വാലും കളയും, ഇല്ലേ? പൊളിച്ചു വന്നിട്ട് മീറ്റാണ് കൗണ്ട് ചെയ്യണത്. അവശേഷിക്കണത് എന്താണെന്ന് അവശേഷിക്കണത് വിശ്വാസം. അപ്പം ഇങ്ങനെ പല വിഷയങ്ങൾ വരുമ്പോഴേ അവശേഷിക്കുന്ന വിശ്വാസം എന്താണ്? എൻ്റെ കർത്താവിലാണ് എൻ്റെ വിശ്വാസം. അവൻ പറഞ്ഞിട്ടുണ്ട് ആരെയും ഭയപ്പെടേണ്ടെന്ന്. ഇപ്പം മലപ്പുറത്തൊക്കെ ഇപ്പം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ കൂട്ടായ്മയായിരുന്നു പണ്ടിത്. ഇപ്പോഴും ആണ് അവർക്ക് തന്നെ പ്രാധാന്യം. കാര്യം അവരുടെ പ്രാർത്ഥന പ്രത്യേകമുണ്ട് ഇതിൻ്റെ അകത്ത്. കാര്യം കൃപാസനത്തിന് ആദ്യം മുതൽ ദൈവം തന്ന ഒരു ശുശ്രൂഷയാണത്. അത് നമുക്ക് കർത്താവിൻ്റെ അനുവാദമില്ലാതെ കുറക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ചില മത്സ്യത്തൊഴിലാളി സഹോദരൻ പറയും, അച്ഛാ, ഞങ്ങളുടെ വള്ളവും മലയൊക്കെ ഞങ്ങൾ മലപ്പുറത്തായിരുന്നു പണി ചെയ്തത്. അവിടെ കടലിൽ കൂടുതലും കെട്ടി മീൻ പിടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ, അവിടുത്തെ ചില പറയും ഞങ്ങളുടെ വള്ളം അവിടുത്തെ വള്ളത്തിന് മുട്ടിയെന്ന് പറയും.
ചിലർ പറയും അവിടുത്തെ പണി ചെയ്തതിന് ശേഷം പിന്നെ കടലിൽ മുഴുവനും മാക്രിയാണ് പിടിക്കണമെന്ന് പറയും. അവിടെ പോയി കോരിയതിന് ശേഷം കൂടുതൽ കടലിൽ പോയി കോരിയതിന് ശേഷം ഞങ്ങളുടെ വള്ളത്തെ മുഴുവനും കടമാക്രിയാണ് പിടിക്കണമെന്ന് പറയണം. ഇപ്പോൾ പത്രം വായിച്ചപ്പോൾ കേട്ട് കടമാക്രിക്കും വിലയായെന്ന്. സുനാമി വന്നപ്പോൾ കെട്ടിയെടുത്ത് വന്ന് വല മുഴുവൻ തിന്നത് കടമാക്രിയാണ്. ഇപ്പം കടമാക്രി മാത്രം പിടിക്കാൻ വേണ്ടി വള്ളക്കാർ ഇറക്കാൻ തുടങ്ങി. അപ്പോഴേ ഒരു കാര്യം മാറണ മാറ്റമേ. അപ്പോൾ ഇന്നലെ നമ്മൾ കുരിശാണെന്ന് കണ്ടത് ഇന്നിപ്പോൾ കൃപയായി മാറി. എല്ലാ കുരിശിലും കൃപയുണ്ടെന്ന് പറയണത് അതാണ്. അപ്പം ദൈവത്തിന് ഒരു ചെറിയ നിമിഷം കൊണ്ട് ഇത്രയും ചേഞ്ച് വന്നില്ലേ? പല കടിച്ചുകീറി തിന്ന് നശിപ്പിച്ച് കളഞ്ഞ് കാഞ്ചം ദൂരെ കളഞ്ഞിട്ട് നമ്മളെ പട്ടിണിക്കിടുന്ന സാധനത്തിനെ ഇപ്പം പിടിക്കാൻ വേണ്ടി മാത്രം അതെടുക്കണ രാജ്യങ്ങൾ, തവള ഇറച്ചി എടുക്കണ പോലെ അതെടുക്കണ രാജ്യങ്ങൾ വന്നിരിപ്പോൾ. അപ്പോൾ ആ രാജ്യങ്ങളിലേക്ക് കടമാക്രി കയറ്റിപ്പോവുകയാണ്. 2005 മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തം കടലിൻ്റെ ഇക്കോളജി ചേഞ്ച് ചെയ്തിട്ട് കടമാക്രി, മീനിന് പകരം കടമാക്രി വന്നിട്ട് വല കാഞ്ചം നശിപ്പിച്ചതാണ്. ഇപ്പോൾ 2018 ആയപ്പോൾ കാലം മാറി. കടമാക്രി മാത്രം പിടിക്കാൻ വല ഇറങ്ങിയിരിക്കുന്നത്, അത് മാത്രം എടുക്കുന്ന രാജ്യങ്ങളിലേക്ക് കയറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എല്ലാത്തിലും എല്ലാ കുരിശിലും നിന്നെ രക്ഷിക്കാനുള്ള കൃപയുണ്ട്. അത് കൺവേർട്ട് ചെയ്ത് തരേണ്ടതാരാണ്? നിൻ്റെ ദൈവമാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നിൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ നീ ഇന്നലെ വരെ കുരിശാണെന്ന് കണ്ട വ്യക്തികൾ, ഇന്നലെ വരെ ക്ലേശമാണെന്ന് കാണുന്ന സാഹചര്യങ്ങളെ എല്ലാം മറിച്ച് നിനക്ക് അനുകൂലമാക്കി നൽകാൻ ദൈവത്തിന് കഴിവെന്ന് പറയുന്നതിന് പകരമാണ് ലൂക്ക 1:37 പറയണത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നോ. കൈ അടിച്ച് കർത്താണ്. എല്ലാം സാധ്യമാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട് സഫലീകരിക്കാത്ത നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, വിഷമതകൾ സമർപ്പിക്കുന്നു, രോഗങ്ങൾ സമർപ്പിക്കുന്നു. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമൊക്കെ ബോധങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. മകളെ ശുശ്രൂഷ വചന പ്രഘോഷണം അവസാനിക്കാൻ പോവുകയാണ്. അവസാനമായി ഈശോയോട് പറയണത് എന്താണെന്നറിയാവോ? അതായത് എന്താ ചോദിച്ചത് 18:8 ലൂക്കായുടെ സുവിശേഷത്തിൽ? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുമോ? അവരുടെ യാചനകൾക്ക് കാലവിളംബം വരുത്തുമോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വരത്തില്ല എന്താ പറഞ്ഞത്? ഈശോ എന്താ പറഞ്ഞത് അതിനുശേഷം? എങ്കിലും എന്ന് പറഞ്ഞേ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിക്കും. അല്പമെങ്കിലും എന്നല്ല ചോദിക്കണത്. അപ്പം നിങ്ങൾ പറയാം, അച്ഛാ അല്പമൊന്നുമല്ല, ഞങ്ങൾക്കിങ്ങനെ കൊട്ടക്കിടക്കുന്ന വിശ്വാസമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞേ, അല്പം അവശേഷിക്കുന്ന വിശ്വാസം ഏതായിരിക്കും? അല്പമെങ്കിലും എന്ന് ചോദിക്കണത് ഏതായിരിക്കും? അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ്. 1 പത്രോസ് 1:7 പറഞ്ഞത് എന്താണ്? 1 പത്രോസ് 1:7 പറയുന്നു, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം. ഇതുതന്നെയാണ് മർക്കോസിൻ്റെ 13:28 വേനൽക്കാലം ഇല്ലേ? അത്തിവൃക്ഷം ഇല പൊഴിക്കുന്ന വേനൽക്കാലത്തെക്കുറിച്ച് ഈശോ പറയണില്ലേ? വേനൽക്കാലത്തിൻ്റെ അവസാനമാണല്ലോ ഈശോ വരണത്. ജീവിതത്തിൻ്റെ ദുരിതത്തിൻ്റെ ആ ഇടയ്ക്ക് ചിലപ്പോൾ വന്നില്ലെന്ന് വരും, അവസാനമാണെന്ന് വരും. അപ്പോൾ അവസാനം അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയുള്ള വിശ്വാസികളായിരിക്കണം. നിൻ്റെ വേനൽക്കാലത്തിൻ്റെ ഒടുവിലായി ഈശോ വരണത്, ആദ്യമേ അല്ല, നടുക്കുമല്ല. അതിനർത്ഥം മർക്കോസിൻ്റെ 13:28 ലൂക്കായുടെ 18:8 1 പത്രോസ് 5:7 ചേർത്ത് വായിക്കുമ്പോൾ ദൈവം എപ്പോൾ വരുമെന്ന് മനസ്സിലാകും. അഗ്നി പരീക്ഷകളെ, വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്.
ഇവിടെ എന്ത് വിശ്വാസമാണ്? അതിജീവിക്കുന്ന വിശ്വാസം അല്ലേ? ലൂക്കാ 1:5-7 പറഞ്ഞ എന്താണ്? അഗ്നി ശോധനയ്ക്ക് ശേഷം അവശേഷിക്കുന്ന അതിജീവിക്കുന്ന വിശ്വാസം. ലൂക്കാ 18:8 പറഞ്ഞ എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അല്പമെങ്കിലും വിശ്വാസം അവശേഷിക്കും. മക്കളെ, രോഗം, പീഡ, പരീക്ഷണങ്ങൾ, വേനൽക്കാലം, അഗ്നി പരീക്ഷ, ഇതിനെല്ലാത്തിനു ശേഷം അവശേഷിക്കേണ്ടത് എന്താണ്? വിശ്വാസം. ആ വിശ്വാസമാണ് നിന്നെ അളക്കണത്. നീ ആരാണെന്ന് ദൈവം പറയണത് അവശേഷിക്കുന്ന വിശ്വാസം നോക്കിയാണ്. അവശേഷിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷത്തോടെ എഴുന്നേൽക്കുക. സുവിശേഷ വേല നടക്കുമ്പോൾ മക്കൾ ചെറിയൊരു കുഞ്ഞു പുസ്തകം കയ്യിൽ സൂക്ഷിക്കണം. കണ്ണ് കാണാവുന്നവരും എഴുതാൻ പറ്റുന്നവരുമൊക്കെ വെളിപാടുകൾ എഴുതി മേടിക്കണം. എന്നിട്ട് വീട്ടിൽ കൊണ്ട് വെച്ച് പഠിക്കണം. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും നിങ്ങൾ സീരിയസ് ആണെന്ന്. ഇത് വല്ലപാണ്ട് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കണില്ലേ? അവരുടെ കാര്യം പോക്കായിരിക്കും. നിങ്ങളിനി അടുത്ത വചനം ഏതാണ് ഈശോ പറയാൻ പോണത്, അടുത്ത വചനം ഏതാണ് ഈശോ പറയാൻ പോണതെന്ന് വിചാരിച്ചുകൊണ്ട് അത് എഴുതി എടുത്തിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ, നമ്മൾക്ക് വചനം ഈശോ ലിങ്ക് ചെയ്ത് ലൂപ്പ് ചെയ്താൽ തരണത്. ദൈവം ഒരു കാര്യം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അച്ഛനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ വെളിപ്പെടുത്തിയിട്ട് ഇതിനെ ലിങ്ക് ചെയ്യും. ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ പോലും മനസ്സിലാക്കണത് ഇങ്ങനെയും ഈ വചനത്തിന് അർത്ഥമുണ്ടല്ലോ. കാര്യം എങ്ങനെയാണ് ദൈവം സംസാരിക്കണത്? ബൈബിൾ വചനങ്ങളും നിൻ്റെ ജീവിതവും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് സമൂഹത്തിലും സഭയിലും വെളിപാടുകൾ, പ്രായോഗിക വെളിപാടുകൾ ഉണ്ടാകുന്നത്. അതാണിപ്പോൾ പറഞ്ഞില്ലേ, അവശേഷിക്കുന്ന വിശ്വാസം. അപ്പം മരിച്ചാലും വിശ്വാസം അവശേഷിക്കണം. നിനക്ക് തീ പിടിച്ച് ആശുപത്രി കിടന്നുവെച്ചും തിരിച്ച് വന്ന് പൊള്ളി പഴുത്ത് ഉണങ്ങി തിരിച്ച് വന്നാലും വിശ്വാസം അവശേഷിക്കണം. കാര്യം ഈ അവശേഷിക്കുന്ന വിശ്വാസമാണ് മാർക്കിടാൻ വേണ്ടി എടുക്കുന്നത്. അല്ലാത്ത വിശ്വാസം പച്ച വിശ്വാസം എടുക്കും. വേനൽക്കാലം കഴിയണം, ഉണങ്ങിയ സാധനത്തിനായി വരാം. വേനൽക്കാലം കഴിയണം. അപ്പോൾ ജീവിതത്തിൽ വേനൽക്കാലമോ ഇപ്പം നമ്മൾ പറയുന്ന വേനൽക്കാലം എന്താണത്? മർക്കോസിൻ്റെ 13:28 വേനൽക്കാലം അതന്നെയല്ലേ 1:10-5-7 അഗ്നി പരീക്ഷ. ഇതിൻ്റെ അവസാനം ഈശോ വരുമെന്നല്ലേ ലൂക്കാ 18 പറയണത്. അപ്പം അതുകൊണ്ട് എപ്പോഴും അവശേഷിക്കുന്ന വിശ്വാസം എന്ത്? ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി നമ്മൾ തോറ്റു, നമ്മുടെ കൂട്ടുകാർ ജയിച്ചു, അപ്പോഴും വിശ്വാസം അവശേഷിക്കണം. പിടിയിട്ടില്ലേ? നീ IELTS എഴുതി, നീ നമ്മൾ കമ്പൈൻ സ്റ്റഡി നടത്തിയ ആൾക്കാരായിരിക്കും. PSC എഴുതി, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം വരെ നീ ബസ്സിലിരുന്ന് നിൻ്റെ കൂട്ടുകാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുക. അവർക്കൊരു മണ്ണാങ്കട്ടി അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് സന്തോഷമായി, ദൈവമേ എനിക്ക് ഇത്രയെങ്കിലും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ അവൾ ജയിച്ച് ഞാൻ തോറ്റു. അപ്പോഴാണ് നമ്മൾ വിശ്വാസം അതിനാലേ പോയി. കാര്യം അവശേഷിപ്പിക്കാതിരിക്കാനാണ് ദൈവം നോക്കണത്. ഈ ഫ്രോഡ്, ഫേക്ക് കേസ് ഒന്നും എല്ലാം നോക്കണത് അഗ്നിയിലൂടെയാണ്. അഗ്നി എല്ലാത്തിനും ശോധന ചെയ്യുമെന്ന് പറയും. കാര്യം അവർക്ക് നിൻ്റെ കൂട്ടുകാരത്തേക്ക് നിത്യതയില്ല. അവർ ഈശോയെ വിശ്വസിക്കണില്ല, നിത്യതയില്ല. അവർക്ക് ആലപ്പുഴ വരെ പോയാൽ മതി. നിനക്ക് നിത്യതയുണ്ട്, നിനക്ക് അമേരിക്ക വരെ പോകണം. പ്രോസസ്സ് ഒന്നല്ല, ഒരേ പ്രോസസ്സ് അല്ലല്ലോ. അത് നീ മനസ്സിലാക്കണം. നിന്നെ നിത്യത വരെ എത്തിക്കാനും അവശേഷിക്കാനും നിത്യത വരെ നിൽക്കുന്ന വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അഗ്നി പരീക്ഷ നിൻ്റെ കൂട്ടുകാരത്തേക്കില്ല, പക്ഷെ നിനക്കുണ്ട്. ബുദ്ധിയും ബോധമുള്ളൊരു പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മ പറയും, എൻ്റെ മേരിക്കുട്ടി നീ അവൾക്ക് അഗ്നി പരീക്ഷയില്ല, സാധാരണ PSC പരീക്ഷയുള്ളൂ, നിനക്ക് അഗ്നി പരീക്ഷയുണ്ട്. കാര്യം അവശേഷിക്കുന്ന വിശ്വാസമാണ് നിനക്ക് കൗണ്ട് ചെയ്യണത്. അത് നിത്യത വരെ എത്തുവാന്ന് കർത്താവ് നോക്കും, ഇല്ലെങ്കിൽ എത്തിക്കാൻ കർത്താവ് ശ്രദ്ധിക്കും. വെരി സിമ്പിൾ. കർത്താവ് പറഞ്ഞു, ഒരു അനീതിയും ആരോടും ചെയ്യുന്നില്ല. ഇന്നത് നമ്മൾ പറഞ്ഞ് ഒത്തതല്ലേ, നിൻ്റെ കൂലി വാങ്ങിപ്പോയിക്കൊള്ളുക. വെരി സിമ്പിൾ. എപ്പോഴും കുരിശുരൂപത്തിൽ നോക്കണം. ഉയർപ്പ് രൂപത്തിൽ നോക്കിയാൽ കാര്യം ശരിയാകത്തില്ല. അതാണല്ല കുഴപ്പം. കുരിശുരൂപത്തിട്ട് നോക്കണം ഇടയ്ക്ക്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുരിശിൽ നമുക്കറിയാം നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച്
മുടക്കം മോതിരമുണ്ടെന്ന്. ഉയർപ്പോടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഈസിയായിട്ട് ഉയർത്തുന്നതിൻ്റെ ഈസിയായിട്ട് ഉയർക്കണ മുമ്പ് ഈ കുറച്ച് പ്രശ്നമുണ്ട്. അതൊക്കെ മുമ്പ് ആൾക്കാരെ ഉയർപ്പ് രൂപം മാത്രം കാണിച്ച് പഠിപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഈസിയായിട്ട് തോന്നും. കുരിശുരൂപം ആദ്യം കാണിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ഉയർപ്പ് രൂപം കാണിക്കേണ്ടത്. അല്ലാതെ ആദ്യം ഉയർപ്പ് രൂപം കാണിച്ചാൽ പിന്നെ കുരിശുരൂപം കാണിക്കാൻ സമയം കിട്ടത്തില്ല. എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം, കർത്താവ് പേയ്മെൻറ്റ് ചോദിക്കും. കാര്യം ഇവിടെ പേയ്മെൻറ്റ് നടത്തിയതാണ്, അവസാനത്തുള്ള രക്തം വരെ ചിലവ് ചെയ്തതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ നമ്മളൊരു 10% നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവശേഷിക്കാൻ ബുദ്ധിമുട്ടാകും. കാര്യം ദൈവം അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് നിത്യത വരെ എത്തുന്ന ഇന്ധനമാണ്. അതാണ് കർത്താവ് നോക്കുന്നത്. വലിയ വലിയ വെളിപാടുകൾ ലഭിച്ചാണ് നമ്മൾ ഇന്ന് പോണത്. ദൈവം നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലാക്കണം. ഏത് പറ്റിയ കിണറിലും ദൈവം വെള്ളം ഉണ്ടാക്കാൻ ഒരു തിരി മതി, അത്രയേ ഉള്ളൂ കാര്യം. അനുഗ്രഹങ്ങളുടെ കാര്യം അത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കേട്ടു. നിനക്ക് ഭാരം ഉള്ള ചുമട് നിനക്ക് തരണത് നീ എടുക്കാനല്ല, കർത്താവിന് എടുത്ത് നിനക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. പിന്നെ നാത്തും പറയണതും ആൻറ്റി പറയണതും നാട്ടുകാർ പറയണതും അല്ല കേട്ട് ഭയപ്പെടേണ്ടത്, കർത്താവിനെയാണ് ഭയപ്പെടേണ്ടതെന്നും പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വഴിവിളക്കുകളും കിട്ടിയാണ് നീ ഇവിടുന്ന് പോണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കണ്ണീരിൻ്റെ ഈ കാലത്ത് കർത്ത തിരുസന്നിധിയിലേക്ക് എൻ്റെ കുടുംബത്തെ വിളിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, അവശേഷിക്കുന്ന വിശ്വാസത്തിൻ്റെ അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ആസ്തിയുള്ള ദൈവ പൈതലാകാൻ അഭിഷേകം ചെയ്യണമേ. അമ്മേ, പരിശുദ്ധമേ, ഈ നിമിഷം ദിവ്യകാരുണ്യത്തോട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവായ ദൈവമേ, അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം ദൈവ ചൈതന്യം നൽകണമേ. ഹല്ലേലൂയ. നിന്റെ സവിതേ വരുന്നു ഞങ്ങൾ, കൃപ മാറി പെയ്യണമേ, മരുഭൂമിയിൽ ജീവിച്ചിടാ. കൃപയേറും നാഥാ നിന്റെ സവിതേ വരുന്നു ഞങ്ങൾ, കൃപ മാറി പെയ്യണമേ, മരുഭൂമിയിൽ ജീവിച്ചിടാ. സ്തുതിക്കാമെന്നാൾ വർണ്ണിക്കാമെന്നാൾ ദൈവത്തിൽ വന്നാമത്തെ, ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ മായ്ക്കുന്ന ജീവിക്കും കർത്താവിനെ. പരിശുദ്ധ